മോളെ മുട്ടായി. ഇപ്പൊ ഇവർക്ക് മാമനക്കായി സ്നേഹം മുട്ടായിയോടാ. അവൾ എന്തിനെങ്കിലും സ്നേഹിച്ച് പഠിക്കട്ടെ. ഇത് കൊണ്ടുപോയി വെട്ടി കഴുകി വറുത്തും പൊരിച്ചൊക്കെ വെക്കാൻ. ഇന്നെന്താ പതിവില്ലാതെ വലിയ മീൻ? അറിഞ്ഞില്ലേ, ചേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങുക. ജയിലിൽ 2-3 ദിവസമായിട്ട് ഗോതമ്പുണ്ടുമായിട്ട് കഴിയില്ലായിരുന്നു. ഇന്നെങ്കിലും വയറ് നിറച്ച് നല്ലതുപോലെ വല്ലതും കഴിക്കണം. കൂലി കിട്ടാത്ത ഈ സമയത്ത് എന്തിനാ ഇത് വാങ്ങിയത്? കടമല്ലേ, കാശ് കിട്ടുമ്പോൾ കൊടുക്കും. ബില്ല് മാറിയില്ലെങ്കിലും കൂലിക്കുടി ചെയ്ത് തീർത്തു കൊടുക്കാൻ സർക്കാരിൽ നിന്ന് പണം വെച്ചിട്ടുണ്ട്. അപ്പോൾ സമരം നിർത്താമല്ലോ. നിർത്താം. ഗോപാലൻ കൂടെ വന്നാൽ മോളെ, ഇന്ന് നിന്റെ മാമൻ വരും. രണ്ടു ദിവസം കൊണ്ട് ചേട്ടനങ്ങ് ക്ഷീണിച്ചു പോയി. നിനക്ക് തോന്നുന്നു എത്ര പ്രാവശ്യം ജയിലിൽ പോയിട്ടുള്ളവനാ ഞാൻ. എനിക്ക് പേടിയായിരുന്നു. അയാൾക്ക് നാലെങ്കിലും പിടിച്ചു കിടത്താൻ പാടില്ലായിരുന്നു. ബാവ എന്നും രാത്രി ഈ തിണ്ണയ്ക്ക് വന്ന് കിടക്കുമായിരുന്നു. അതെ ചേട്ടാ, എന്നും അരി സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തരുമായിരുന്നു. നല്ല സ്നേഹമുള്ള മനുഷ്യനാ. ഷാങ്കമ്മിന്റെ നോട്ടീസാണ്. കമ്പി വാങ്ങിച്ച വഴിയിൽ 1.5 ലക്ഷം രൂപ കൊടുക്കാനുള്ള വക്കീൽ നോട്ടീസ്. ഞാൻ എവിടെ കൊടുക്കും? നോട്ടീസിന് മറുപടി അയക്കണം, ഉടനെ കൊടുക്കാമെന്ന്. മറുപടിയല്ല അവർക്ക് ആവശ്യം, അവർക്ക് രൂപയാണ് ആവശ്യം. ഇത് കൂടാഞ്ഞിട്ട് മരിച്ചവരുടെ വീട്ടിലേക്ക് 10,000 രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് സർക്കാരിന് എഴുതി വന്നിരിക്കുന്നു. ഞാൻ അന്നേ പറഞ്ഞതാ അവിവേകം ഒന്നും കാണിക്കരുതെന്ന്. ഗോപാലിന് കേസ് കൊടുക്കാൻ ബോംബ് അറിയിച്ചു. എന്നിട്ടിപ്പോ എന്തായി? ആളപകടം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. ആ ദാസ് പറഞ്ഞു, ഞാനങ്ങ് ചെയ്യിച്ചു. ആ വകയിൽ രൂപ 5000 ആ പൊന്നമ്മയ്ക്ക് കൊടുക്കേണ്ടി വന്നത്. അന്ന് ഒത്താശ പറഞ്ഞു തന്നവനൊക്കെ ഇപ്പൊ എവിടെ പോയി? അവനൊക്കെ ഇപ്പൊ എന്നെ കാണുമ്പോ ഒളിക്കുകയാണ്. ആ ദാസിനെ എനിക്കൊന്ന് കാണണം. എന്തിന്? എല്ലാ ചരടുകളും ഇപ്പൊ അയാളുടെ കയ്യിലല്ലേ. അയാളെ പിണക്കിയാൽ അനുഭവം എന്തായിരിക്കും അറിയാമോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. ഞാൻ പോയി അയാളെ ഒന്ന് കാണാം. ദാസിനെയോ? അതെ. നിന്റെ കയ്യിൽ 10,000 രൂപയുണ്ട്. അത് നീ ഇവിടെ എവിടെയോ ഒളിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഇതാര് പറഞ്ഞു മാമ? ആറുകൊലത്ത് ഗോവിന്ദപിള്ള. ആ മാടക്കടക്കാരനല്ലേ? അയാളുടെ അച്ഛൻ തന്നതായിരിക്കും. അപ്പൊ എഞ്ചിനീയർ സാർ തന്നെ കാശോടെ? അദ്ദേഹം കാശ് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല. അതല്ലാതെ നിന്റെ ഈ വേറെ കാശ് കാണണമല്ലോ. അതെനിക്കൊരു വീട് വയ്ക്കാന്. അപ്പൊ നിനക്ക് തനതായ വീട് വേണം, ഭർത്താവ് വേണം. നിന്നെ കൊണ്ടുകിടന്ന ആളാക്കി എനിക്ക് ഡിപ്ലിക്കോസ് അടിക്കാൻ പോലും കാലണ തരില്ല അല്ലേ? ശരി, നീ ഈ വീട്ടിൽ തന്നെയാണല്ലോ പണം ഒളിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടോളാം. ഒന്നുമില്ലേ, അവളൊരു നായർ പെണ്ണല്ലോ. എന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ. നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? ഞാൻ അവളോട് ചെന്ന വീട്ടിർത്തില്ലായിരുന്നു. ഇത് പോകണം കേടായിപ്പോയി. ഏത്? ആ ബാവ ഉള്ളോടാ ഇവിടെ അവളെയും കുഞ്ഞിനെ സംരക്ഷിക്കാൻ. ബാവ എനിക്ക് നല്ലപോലെ അറിയാം. നീ വെറും ശുദ്ധനാടാ. വെടിമരുന്നിന്റെയും ചേർന്നാലേ പൊട്ടും. മനസ്സിലായില്ല? അന്യരായ ആണും പെണ്ണും തമ്മിൽ ചേർന്നാലേ സംഗതി എളുപ്പമാണെന്ന്. ഏതായാലും വന്നത് വന്നു. ഇനിയെങ്കിലും നീ അവനെ അവിടെ അടുപ്പിക്കണം. നമസ്കാരം സാർ. നമസ്കാരം. കാറിന്റെ ഹോൺ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വാസുക്കുട്ടൻ പിള്ളയാണെന്ന്. എന്താ പതിവില്ലാതെ? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ബില്ലിന്റെ കാര്യം. ഓ, ഐ സി. അതേപ്പറ്റി വിശദമായി സംസാരിക്കണമെങ്കിൽ അല്പം സമയം വേണം. എനിക്ക് തിടുക്കമൊന്നുമില്ല. എന്നാ നാളെപ്പം താഴെ ചെന്നിരിക്കും. ഞങ്ങൾക്ക് അല്പം സർക്കാർ കാര്യം സംസാരിക്കാനുണ്ട്. എന്നാ ഞാൻ പോയി എന്റെ അക്കൽരാമിന്ന് കണ്ടേച്ചും വരാം. വരണമെന്നില്ല, ഭവാനിയമ്മയെ ഞാൻ കൊണ്ടുവിട്ടോളാം. ഞാൻ പോയിക്കോട്ടെ കൊച്ചമ്മേ? നീ ഭാര്യയുടെ അടുത്തേക്ക് പോയില്ലേ? ഞാൻ പോയിക്കോളാം. വരൂ, അകത്തുനിന്ന് സംസാരിക്കാം. വരൂ, ഇരിക്കും. സാറേ, ഈ ബില്ല് മാറി കിട്ടാത്തത് കൊണ്ട് സുനന്ദയുടെ അച്ഛൻ വല്ലാതെ വിഷമിക്കുകയാണ്. ബില്ല് പാസ്സാകാത്തതിന് എന്റെ അറിവിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതെന്താണെന്നാണ് അറിയേണ്ടത്.
അതിപ്പോ ഞാനെങ്ങനെയാ പറയുന്നത്? പറയാതെ എങ്ങനെ അറിയുന്നത്? മനസ്സിലാക്കുമെന്ന് കരുതി. അദ്ദേഹത്തിന് പുതിയ ഏർപ്പാടുകളൊന്നും അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ എഞ്ചിനീയർമാർ ബില്ല് പാസാക്കി വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. കൊണ്ടേ കൊടുക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? പണം വേണോ? എങ്കിലിത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഭാര്യമ്മേ, നിങ്ങളൊക്കെ ഉള്ളപ്പോൾ എനിക്കെന്തിനാ പണം? സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് തന്നെയാണ് തകരാറ്. വളച്ചു കെട്ടാതെ എന്താ കാര്യമെന്ന് പറയും. ബില്ല് പാസ്സാകാത്തതിന് കാരണം ഞാൻ ശുപാർശ ചെയ്യാത്തതുകൊണ്ടാണ്. അതെ. ഞാൻ ശുപാർശ ചെയ്യണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടണം. ഞാൻ ഇത്ര വിചാരിച്ചില്ല. എന്റെ ഭർത്താവിന് കുറെ കടമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മാനമാണ് എനിക്ക് വലുത്. നിങ്ങൾ പരിചയിച്ചിട്ടുള്ള വഴി ഇതായിരിക്കാം. പക്ഷേ ദാസ്, വാസുക്കുട്ടമ്പിള്ളയുടെ ഭാര്യയെ ഇതിനെ കിട്ടുകയില്ല. നിൽക്കൂ. വാസുക്കുട്ടമ്പിള്ള ഇന്ന് കൊലക്കേസിൽ പ്രതിയാണെന്ന് അറിയാമല്ലോ. സർവ്വ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. നാളെ തൂക്കുമരത്തിൽ വാസുക്കുട്ടമ്പിള്ളയുടെ ജീവൻ പിടഞ്ഞ് അവസാനിക്കുമ്പോ ഞാൻ നിങ്ങളെ വന്ന് കണ്ടുകൊള്ളാം. പൊക്കോളൂ. ഞങ്ങളെ ചതിക്കരുത്. എന്റെ ഭർത്താവ് നിരപരാധിയാണ്. അല്ല, അയാളാണ് പൊന്നമ്മയെ കൊണ്ട് ഗ്രാനേഡ് എറിയിച്ചത്, രണ്ടുപേരെ കൊല്ലിച്ചത്. ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ മാനമല്ലേ നിങ്ങൾക്ക് വലുത്? നാളെ ആ മാനം എന്താകുമെന്ന് നമ്മൾക്ക് കാണാം. നിങ്ങൾ പോകുന്നില്ലേ? എനിക്ക് അല്പം ജോലിയുണ്ട്. ഇല്ല, ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല. ഒന്നും പേടിക്കാനില്ലെന്നേ. സാർ, ഞാനൊരു ഭാര്യയാണ്. എന്തിന് അഭിമാനം? അത് ന്യായം. ഇതാ നോക്കൂ, ഇത് ഞാനും നീയുമല്ലാതെ ദൈവം പോലും അറിയാൻ പോകുന്നില്ല. ഭവാനി, ഇനി ഞാൻ ഭവാനി അമ്മയെന്ന് വിളിക്കില്ല. പോയിക്കോളൂ. 2 ആഴ്ചയ്ക്കകം ബില്ല് പാസ്സായി വരും. ഞാനല്ലേ പറഞ്ഞത്, ധൈര്യമായി പോയിക്കോളൂ. ഈ അസമയത്ത് ഇവിടെ വെറുതെ വന്നതാ. ഓഹോ, ഈ ഗതികേട് വരെ എത്തിയോ? കോൺട്രാക്ടറുടെ ഭാര്യ ഇത്തരക്കാരിയാണോ? എന്താ മാമയെ നോക്കുന്നത്? ശരി, അട്ട ചോറിനെ ഞാൻ ഇവിടെ എവിടെയോ വെച്ചിരുന്നു, അത് നോക്കി എടുക്കുക. അത് ഞാൻ തൂത്തുവാരി കൂട്ടത്തെ എവിടെയെങ്കിലും പോയി കാണും. അങ്ങനെയൊന്നും പോകില്ല, ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ നോക്കി എടുത്തോളാം, നീ പോക്കോ. നീർക്കോലി യജ്ഞം. പോഞ്ഞിക്കരയിൽ കുഞ്ഞിപ്പാറു എന്നൊരു സ്ത്രീ യജ്ഞം ആരംഭിച്ചിരിക്കുന്നു. 12 അടി നീളവും 8 അടി വീതിയും 6 അടി താഴ്ചയുമുള്ള കുളത്തിൽ 150 നീർക്കോലുകളോടൊപ്പം 100 ദിവസം കഴിയാനാണ് അവളുടെ പരിപാടി. യജ്ഞം ആരംഭിച്ച് 15-ാം ദിവസമായ ഇന്ന് 5 നീർക്കോലുകളെ കാണാനില്ല. അയ്യോ, പിന്നെ മാമനപ്പുറത്തൊക്കെ വലിച്ചു വാരിയിട്ട് തപ്പുന്നു. നമ്മുടെ കാശ് എവിടെ വെച്ചിരിക്കുന്നത് തപ്പുക. പേരോ? ഞാനൊരു പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തുവാ? എലിവെല്ലി പൂട്ടി വെച്ചിട്ടുണ്ട്.
എടി പൊന്നമ്മേ, കഥകളെല്ലാം നല്ലോണം അടച്ചേക്കണം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ, അത് കള്ളന്മാര് കൊണ്ടുപോകരുത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അത് ബാങ്കിൽ കൊണ്ടുപോയി ഇടാനേ. എടി മണ്ടി, നമ്മുടെ കാശിന്റെ പുറത്ത് വല്ലോരും കാശ് കൊണ്ടിട്ട അത് ബാങ്കിൽ നിന്ന് എടുക്കാനൊക്കത്തില്ല. നേരോ? പിന്നല്ലേ പണം അലമാരുടെ അടിയിലല്ലേ വെച്ചിരിക്കുന്നത്. പിന്നെ ആ പലകയുടെ അടി തന്നെ വെച്ചിരിക്കുന്നത്. എന്ത് പറ്റി? കൈ എലയില് വീണു. ആ താഴെ അലമാരുടെ അടിയിൽ ഞങ്ങൾ കാശ് വെപ്പാൻ പോയിട്ടില്ലേ? എഴുന്നേൽക്ക്. ആഹാ, നല്ല ഇണക്കുണ്ട്. ഇത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്റെ പൊന്ന് നാണപ്പനല്ലേ, ഇതൊന്ന് ഊരിത്താ. മേലായിട്ടാൻ ഈ അക്കൽ ഡാം കാണിക്കോ? ഇല്ലേ ഇല്ല. സത്യമാണോ? സത്യം. ആ നടക്ക്. അയ്യോ എന്റെ കൈ. അയ്യോ മിനിമോൾ ഉറങ്ങിയോ? മോളിവിടെ ഇല്ല. എവിടെ പോയി? ബാബു വന്നെടുത്തോണ്ട് പോയി. നീ എന്തിനാ വിട്ടത്? ഇന്ന് അവരുടെ പെരുന്നാളാണ്. രാത്രി പാട്ടും കൂത്തും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞിനെങ്ങ് തരൂ. എന്താ ഇത്? എന്താണെന്ന് ഇനി മേലാന്റെ വീട്ടിൽ കയറിപ്പോകരുത്. ഞാൻ മിനിസ്റ്ററെ കാണാൻ പോകുന്നത് മോഹം കാണിക്കാനും പറ്റുമല്ല. എന്റെ ബില്ല് മാറി കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. 2 ആഴ്ച കഴിഞ്ഞ് ബില്ല് മാറി തരാമെന്നല്ലേ എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത്. 2 ആഴ്ച. ഇങ്ങനെ എത്ര 2 ആഴ്ചയായി? ക്ഷമിക്കരുത്, അതിരിക്കും. ഈ കാര്യത്തിൽ അങ്ങക്ക് വളരെ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? ഒരു കണക്കപ്പിള്ളയായിരുന്നപ്പോൾ ഇതിനേക്കാൾ മനസമാധാനം ഉണ്ടായിരുന്നു. അന്ന് നിസ്സാരമായ പ്രശ്നം ഉണ്ടായാൽ പോലും സുനന്ദയുടെ അമ്മ ഒന്നിനെ ആശ്വസിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ... നീ തെറ്റിയെന്ന് ഞാൻ പറയുകയല്ല. കെട്ടിപ്പൊക്കിയെല്ലാം വെറും പൊള്ളയാണല്ലോ നീ ചിലപ്പോ തോന്നിപ്പോകുന്നു. ഞാൻ ഇറങ്ങുന്നു. തിരുവനന്തപുരത്ത് ചെന്ന് മിനിസ്റ്ററെ കണ്ടതിന് ശേഷം ഞാൻ നിനക്ക് ഫോൺ ചെയ്യാം. അല്ല, ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോവുകയാണ്. എന്റെ ബില്ല് മാറി കിട്ടുമെന്ന് എനിക്കൊന്ന് അറിയണം. അതിന് ചേട്ടൻ ബുദ്ധിമുട്ടണ്ട, ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണ്. അത് എനിക്കെന്ത് വിശേഷം? പ്രധാനമായിട്ടും ചേട്ടന്റെ കാര്യം ശരിപ്പെടുത്താനാണ് ഞാൻ പോകുന്നത്. ഇത്തവണ അത് സാധിക്കും. അപ്പോൾ ഞാൻ പോകണ്ടെന്നാണോ? എന്തിനു വെറുതെ യാത്ര ചെയ്ത് ക്ഷണിക്കുന്നു? 2 ദിവസത്തിനകം ഞാനത് ശരിപ്പെടുത്തി കൊണ്ടുവരാം. നേരാ, അദ്ദേഹം പോയിട്ട് വരട്ടെ. പിന്നെ പെറ്റീഷനിൽ സുനന്ദ ഒന്ന് ഒപ്പിടണമല്ലോ. അവളുടെ പേരിലെ കോൺട്രാക്ട്. അവളെ വരുത്താം. അത് വേണ്ട, ഞാൻ പോകുന്ന വഴി തിരുവനന്തപുരത്ത് കോളേജ് ഹോസ്റ്റലിൽ കയറി ഒപ്പ് വാങ്ങിക്കോളാം. സാറ് എനിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതെന്റെ കടമയാണ് ചേട്ടാ. ഞാനിപ്പോ ഈ കുടുംബത്തിന്റെ ഒരു അംഗമായി പോയില്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നല്ല മനുഷ്യൻ. ഇതാ എന്താ ഇത്? പണം 5000 രൂപയാണ്. 5000 രൂപയോ? എനിക്കെന്തിനാ? നിന്റെ ഉറപ്പൊന്നും കൊടുക്കാൻ. അവളെ സഹായിക്കാൻ വഴി കാണാതെ നീ വിഷമിക്കണമെന്ന് എനിക്കറിയാം. തൊഴിലാളികൾക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്. നിന്നെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് ഞാൻ ഒരു പിരിവ് നടത്തി. എല്ലാവരും സന്തോഷത്തോടുകൂടി അവിടെ പണം തന്നത്. 5 പൈസ മുതൽ 5 രൂപ വരെ തന്നവരുണ്ട്. ആ പണമായി നീ ഇത് വാങ്ങ. ഇനി ഇത് ആവശ്യമില്ല ബാബ. അതെന്താ? എനിക്കൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ പോയി. നീ ഇത് വായിച്ചു നോക്ക. പ്രിയപ്പെട്ട ചേട്ടന്, ഞാനും ഇനിയും പോകുന്നു. ഞാൻ കാരണം ചേട്ടനും ബാവയും തമ്മിൽ പിണങ്ങി. സത്യത്തിൽ ബാവയും ചേട്ടനും എനിക്കൊരുപോലെയാണ്. എനിക്ക് പണം വേണ്ട. എന്റെ കുടുംബത്തെക്കാൾ എനിക്ക് വലുത് എന്റെ ചേട്ടന്റെ സമാധാനമാണ്. അനിയത്തി
സരോജിനി. ഗോപാല, നീ എന്നെ സംശയിച്ചല്ലേ? ക്ഷമിക്കണം ബാബ, അങ്ങനെ സംഭവിച്ചു പോയി. അത്തരത്തിലൊരു ചിന്ത എനിക്ക് വരാൻ പാടില്ലാത്തതായിരുന്നു. ക്ഷമിക്കും. ഹലോ, ലേഡീസ് ഹോസ്റ്റലല്ലേ? അതെ. സുനന്ദ എവിടെ ഉണ്ടോ? ഇല്ലല്ലോ, കോളേജിൽ ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. 5 മണി കഴിഞ്ഞേ വരൂ. സാറോ? അച്ഛൻ പറഞ്ഞനുസരിച്ച് ഞാൻ വന്നതാ. ബില്ല് മാറിക്കിട്ടാൻ ചീഫ് എഞ്ചിനീയർക്ക് ഒരു പെറ്റീഷൻ കൊടുക്കണം. ബില്ലിന്റെ കോംപ്ലിക്കേഷൻ ഇതുവരെ തീർന്നില്ലേ? ഇല്ല, ചീഫ് എഞ്ചിനീയറുടെ ഭാര്യ നല്ലൊരു സ്ത്രീയാ. സുനന്ദ എന്ന് വന്ന് അവരോട് സംസാരിച്ചാൽ ബില്ല് നാളെ പാസ്സാക്കി എടുക്കാം. അതിനെന്താ, ഞാൻ വരാമല്ലോ. 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടേക്കാം. ശരി.